ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു ബാബ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് സ്കൂളില്ല കേട്ടോ, മാളൂന് വായിക്കുന്ന എക്സാം ഇല്ല, ഒന്നും ആർക്കും എക്സാം ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, ബാങ്കിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ, കാലത്ത് എണീറ്റ് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് റെഡി ആയിട്ട് ബാങ്കിൽ പോകട്ടെ കേട്ടോ. അപ്പം നമുക്കൊരു കുഞ്ഞ് മേക്കപ്പ് ആയാലോ? ഓക്കെ, കണ്ടോളൂ കേട്ടോ, എൻ്റെ മേക്കപ്പ് എന്താണെന്ന് കണ്ടോളൂ കേട്ടോ. കണ്ടോ, ഇതെൻ്റെ ഫേവറേറ്റ് പൊട്ടാണ്, ഒരു കുഞ്ഞി പൊട്ട്. ഇനി നിങ്ങളെല്ലാവരും പറയണ പോലെ എൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ചന്ദനം. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഹൈലൈറ്റ്, എൻ്റെ ചന്ദനം. അതെനിക്കില്ലാതെ പറ്റില്ല കേട്ടോ. ചന്ദനം ഇല്ലാതെ ഒരു ജീവിതം ഇല്ലാതെ പറഞ്ഞ പോലെയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ചന്ദനത്തിൽ കുറേ ഫാൻസുകാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചന്ദനം നൽകിയത്. ചന്ദനം കണ്ടോ, ഇത് കളബാണ് കേട്ടോ. അമ്പലത്തിലെ ചന്ദനമല്ല, ഇത് കളബാണ്. എനിക്ക് കളബം ഭയങ്കര ഇഷ്ടമാണ്. കളബത്തിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനം, ഞങ്ങൾ പഴയന്നൂർ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭഗവതിയുടെ നടക്കുന്ന കിട്ടുന്ന ചന്ദനം ഇതുപോലെ കളബത്തിൻ്റെ കളറാണ്. പിന്നെ റെഡ് കുങ്കുമം കിട്ടും. കൃഷ്ണൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത് കറക്റ്റ് വെള്ള കളറുള്ള ചന്ദനമാണ് കേട്ടോ. അതുപോലെ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് വെള്ള കളറാണ്. പക്ഷെ ഭഗവതിയുടെ അവിടുത്തെ ആ മഞ്ഞച്ചന്ദനം, അതിൻ്റെ കൂടെ ഭഗവതിയുടെ ഒരു കുങ്കുമമുണ്ട്, അതും കൂടി തൊട്ടുണ്ടല്ലോ, പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ചന്ദനം തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതാണ് കേട്ടോ, ലിപ് ബാമാണ് കേട്ടോ. ഇത് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് തേച്ച് കൊടുക്കുള്ളൂ കേട്ടോ, നല്ലോണമൊന്നുമില്ല. പിന്നെ ഇതാണ് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതും ചെറുതായിട്ട് ഇങ്ങനെ ഇതുള്ളൂ, നല്ലോണം ഇല്ല കേട്ടോ. ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇനി മുടി കിട്ടണത് എങ്ങനെയാണെന്ന് അറിയാലോ. എനിക്ക് കൂടുതൽ ഹെയർ സ്റ്റൈലുകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ സൈഡ് വക എടുത്തിട്ട് എടുത്ത് പിന്നെ ഇട്ടിട്ട് അടിയിലൊരു ക്ലിപ്പ് ഇടുകയാണ് ചെയ്യുക. പിന്നെ അധികം മുടിയിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടമില്ല. അത് വരെ എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുങ്കുമം, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മുടെ മുടി കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേഗം, ഇപ്പോൾ തന്നെ സമയം 12 മണിക്ക് ആയിട്ടുണ്ട് തോന്നുന്നു. ബാങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്കും പോയിട്ട് ഞാൻ കുടുംബശ്രീയുടെ ക്യാഷ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. മാർച്ച് മാസമല്ലേ കുടുംബശ്രീ ക്ലോസ് ചെയ്യണം. കുടുംബശ്രീ ഞങ്ങൾ ഇതോടുകൂടെ അവസാനിപ്പിക്കാൻ പോകാൻ നിർത്തി. അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഇത് ഞാൻ മീഷോന്ന് എടുത്തതാണ്. എനിക്കിഷ്ടമാണ്, പക്ഷെ ഇതിൻ്റെ കോളർ ഒരു വലിയ കോളറായതുകൊണ്ട് എന്തോ ഒരു മിസ്റ്റേക്കാണ്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് കളറൊക്കെ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇത് കോളർ ഒരു ജാതി കോളറാണ്. എന്നാലും വില കുറവാണ് കേട്ടോ, 300 സംതിങ് രൂപയേ ഉള്ളൂ. കുറേ നാൾ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഇത് ഒരുപാട് തവണ ഇട്ടു, പക്ഷെ കളറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. നല്ല ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് ലൈവിൽ വന്നിട്ട് ഇതിൻ്റെ ലിങ്ക് തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. 351 രൂപയും കണ്ട ഈ ഡ്രസ്സിന്. എൻ്റെ ഒരുവിധം ഡ്രസ്സൊക്കെ മീഷോന്ന്. ഞാൻ കടയിൽ നിന്ന് അങ്ങനെ ഡ്രസ്സ് എടുക്കലില്ല, കടയിലൊക്കെ നല്ല പൈസ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസിന് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഡെയിലി ഇടാൻ ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ 300 സംതിങ്ങിൻ്റെ ഡ്രസ്സുകളാണ് കൂടുതൽ എടുക്കാറ് കേട്ടോ. പിന്നെ കടയിലൊക്കെ 600-700 മുതൽ സ്റ്റാർട്ടിങ് ടോപ്പുകൾ കിട്ടുള്ളൂ. അത് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മീഷോത്തെ ഡ്രസ്സ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് മീഷോന്ന് തന്നെ ഡ്രസ്സ് എടുക്കാറ്. എനിക്ക് മീഷോയിലെ ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നല്ല കംഫർട്ടബിളാണ്. പിന്നെ നമുക്ക് സൈസ് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഷേപ്പാക്കാൻ വേറെ കാശും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. കടയിൽ നിന്നാകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടില്ല. പിന്നെ വീണ്ടും അത് ഷേപ്പാക്കാൻ 50 രൂപ 60 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ സ്മോൾ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസാണ് ഓർഡർ ചെയ്യാറ്.
മീഡിയം സൈസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഷേപ്പ് ആക്കേണ്ട കാര്യങ്ങളൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ബാങ്കിൽ പോയി വന്നിട്ട് കാണാം. അപ്പോൾ ബാങ്കിൽ പോകാൻ വേണ്ടി പൈസ കണക്കാക്കാൻ വന്നിട്ട് കുറേ ടൈം പോയി കേട്ടോ. ഇപ്പോൾ സമയം 1:30 ആയി. ഇനി ബാങ്കിൽ പോയപ്പോൾ പൈസ അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് അമ്മ പോവാൻ ഇറങ്ങാൻ കേട്ടോ. അമ്മ അത് ജൂലി പാവം. അപ്പം അമ്മ ഗേറ്റ് തുറക്കാൻ പോവാണ്. അപ്പം അങ്ങനെ അമ്മ ബാങ്കിലേക്ക് കണ്ടാ പോവാണ് കേട്ടോ. വീടെത്തി ഗൈസ്. ഇപ്പോൾ ബാങ്കിൽ പോയി വന്നു. ബാങ്കിൽ പോയിട്ട് ഫുള്ള് കാര്യങ്ങൾ നടന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നാളെ വീണ്ടും പോകണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കുറേ ദിവസമായി പച്ചക്കറി മൊത്തം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു, കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിച്ചു. ഇനി കുറച്ച് നാൾ എവിടെയും പോയില്ല കേട്ടോ. ഇനി പോകാനുള്ള ബഡ്ജറ്റ് കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല, മൊത്തം കഴിഞ്ഞു. ഇനി അടുത്ത മാസം ആവണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ മാസം മാർച്ച് മാസം അറിയാമല്ലോ, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള മാസമാണ് മാർച്ച്. എനിക്ക് കുടുംബശ്രീ ക്ലോസ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ റോൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ കുറേ ദിവസമായി പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് കുറേ ദിവസമായി. അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് പിന്നെ ഇടയ്ക്ക് വെള്ളപ്പുറമൊക്കെ മീനും വാങ്ങിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാഴ്ച അങ്ങനെ തള്ളി നീങ്ങി പോകുമല്ലോ. ലൈവ് തുടങ്ങാൻ സമയമായി. എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഗൈസ് ലൈവൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ വൈകുന്നേരത്തേക്ക് ഇടാനുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഷോർട്സ് അതൊക്കെ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ തണ്ണിമത്തനെ ഞാൻ അന്ന് എനിക്ക് പൊള്ളാച്ചിയിൽ പോയ സമയത്ത് വാങ്ങിച്ച് തന്നിട്ട് എനിക്കത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. അത് എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരെണ്ണം വാങ്ങിച്ചത്. അത് കിലോ 40 രൂപ കണ്ടാണ് കേട്ടോ അതിന്. പിന്നെ കുറച്ച് ചെറുപഴം, കുറച്ച് നേന്ത്രപ്പഴം, ഇത് മുന്തിരിയാണ് കേട്ടോ, പച്ചമുന്തിരി കണ്ട പച്ചമുന്തിരി. ഇത് എൻ്റെ പൊക്കവട, പിന്നെ ഫേവറേറ്റ് കറുപ്പലുവ. ഇത് റിങ് മുറുക്കാണ് കേട്ടോ. റിങ് മുറുക്ക് എന്നാണ് ഞാനിവിടെ പറയാം. കണ്ട റിങ് മുറുക്ക്. ഇത്രയാണ് ബേക്കറി ഐറ്റംസ് ഉള്ളത്. പിന്നെ ഇതാ കണ്ടോ, ഇത് കുറച്ച് പച്ചക്കറി, തൈര്, വെണ്ടയ്ക്ക, കോവയ്ക്ക, മത്തങ്ങ, സവോള, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇത് പയറും തക്കാളിയും. ഇതാണ് പച്ചക്കറി ഐറ്റംസൊക്കെ. മിക്സർ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കാര്യങ്ങൾ, അങ്ങനെ ഇത്രയും സാധനങ്ങളാട്ടോ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സമയം 5:30 ആയി കേട്ടോ. ഇനി ഇപ്പോൾ അറിയാമല്ലോ 5:30 ഞാൻ എവിടേക്കാണ് പോകാമെന്ന്. 5:30 ഞാൻ കുറച്ച് നേരം നടക്കാൻ പോകാം. 5:30 മുതൽ ഒരു 6:15 വരെ നടക്കും കേട്ടോ. മാളും അവയൊക്കെ പോയി, അവർ പഠിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, പഠിക്കാൻ വേണ്ടി പോയി. നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരണം ഗൈസ്. ഞങ്ങളുടെ വീട്ടിലെ കൊന്ന പൂത്തല്ലോ, കാണിച്ചു തരാം കേട്ടോ. കൊന്ന കണ്ടോ, ഞങ്ങളുടെ കൊന്ന പൂത്ത് നിൽക്കണ കണ്ടോ. പൂക്കണേ ഉള്ളൂ, കുറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും വിഷുവിന് ഞങ്ങളുടെ ഇവിടെ ഉള്ളവരൊക്കെ ഈ കൊന്നേന്ന് കേട്ടോ പൂ പൊട്ടിക്കുക. കൊന്ന ഒറ്റ എലിയില്ല, പൂക്കൾ നിറഞ്ഞ് നിൽക്കും. നല്ലോണം പൂക്കളുണ്ടാവും കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഫുൾ ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ കണ്ടോ.
ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ. ഫുള്ള് പൂക്കളുണ്ടാവും കേട്ടോ. ഈ ഭാഗത്തുള്ളവർ മുഴുവൻ ഇവിടെ നിന്നാണ് കൊന്ന പൊട്ടിച്ചു കൊണ്ടുപോകുക. പാടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടും കുറച്ച് ഭാഗമൊക്കെ പൂട്ടിയിട്ടുണ്ട്, കുറച്ച് ഭാഗമൊന്നും പൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ നടക്കാൻ പോകുന്ന വഴി. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ പാടത്തിൽ കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ പോകണം കേട്ടോ. ഇതാണ് ഞാൻ നടക്കാൻ പോകുന്ന വഴി. ഫുള്ള് പാടങ്ങളാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഫുള്ള് പാടമാണ് കേട്ടോ. ഇന്ന് മാളുമായി നേരത്തെ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനിങ്ങനെ പോവാം. വൈകുന്നേരം കുറച്ച് നേരം അങ്ങനെ ചുമ്മാ നടക്കും. കുറച്ച് നേരം നടക്കുള്ളൂ, കുറച്ച് നേരം ഇരിക്കും, കുറച്ച് നേരം നടക്കും, അങ്ങനെയാണ് കേട്ടോ. എന്നാലും വൈകുന്നേരത്തെ അതൊരു രസമല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നാളെ വാർപ്പെന്ന് പറഞ്ഞില്ല വീടാണ് കേട്ടോ. അതുകൊണ്ട് അതിൽ കയറാൻ പറ്റില്ല. അവിടെ മൊത്തം മുട്ടും പോലെയൊക്കെ അടിച്ചിട്ടേ അതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് തണ്ണിമത്തൻ സർബത്ത് അത്രയും മധുരം ഇല്ല കേട്ടോ. വാളു ആവി ഉണ്ടാക്കിയതാ. പിന്നെ കറുപ്പലുവ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.